ഈ കക്ഷിനെ വീണ്ടും കിട്ടിയപ്പോൾ ഇനി എന്തുണ്ടാക്കുന്നുള്ള ആലോചനയിലായിരുന്നു. അപ്പോഴാണ് നാട്ടിലേക്ക് വിളിച്ചപ്പോൾ കുഞ്ഞച്ചൻ പറഞ്ഞു കോഴിമുട്ട ചേർത്തൊന്ന് വറുത്ത് നോക്കാൻ. എന്നാൽ പിന്നെ ഒന്ന് പരീക്ഷിക്കാന്ന് വെച്ച് കുറച്ച് വേപ്പിലയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ എടുത്ത് ദേ കുറച്ച് ഏട്ടമുട്ട കേട്ടാ, കുറച്ചേ എടുത്തിട്ടുള്ളൂ. 2 കോഴിമുട്ടയും അരിഞ്ഞു വെച്ചിരിക്കണ ഇഞ്ചി വെളുത്തുള്ളി വേപ്പില പച്ചമുളക് ഇതിൽ നിന്ന് കുറച്ച് ഞാൻ ഇതിലേക്ക് ഇട്ട് കേട്ടാ. പിന്നെ പാകത്തിന് ഉപ്പും എടുത്തു വെച്ച ഏട്ടമുട്ടയും 2 കോഴിമുട്ട ഒന്ന് പൊട്ടിച്ചൊഴിക്കുക കേട്ടാ. എന്നിട്ടതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചങ്ങോട്ട് എടുത്തിട്ടുണ്ട് കേട്ടാ. ഇനി ബാക്കിയുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും വേപ്പിലയും കൂടെ അതിൽ ഇട്ട് കൊടുത്തിട്ടാ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ബാക്കി ഉള്ള ആ ഏട്ടമുട്ട ഞാനൊന്ന് വെളിച്ചെണ്ണയിൽ പറ്റിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിലൊന്ന് പോയി കണ്ടോളൂ കേട്ടോ, കാണാത്തവർ. അപ്പോൾ അതവിടെ മൂടി വയ്ക്കാം. അതവിടെ ഒരു പരന്ന ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കനം കുറച്ചിട്ടാണ് കേട്ടോ ഞാനിത് പൊരിച്ചെടുക്കണത്. മുകളിൽ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ വെതറി കൊടുക്കുന്നുണ്ട്. ഇത്തിരി നേരത്തെ ഇടണമായിരുന്നു, എന്നാൽ അത് ശരിക്കും അങ്ങോട്ട് അതിൽ പിടിച്ചേനെ. ഞാൻ ഇട്ടപ്പോഴും കുറച്ച് ലൈറ്റായി പോയിട്ടാ. അപ്പോൾ അതേ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എനിക്കിത് കഴിച്ചപ്പോൾ ഞണ്ടിൻ്റെ പൊന്നിൻ്റെ ടേസ്റ്റോ അല്ലെങ്കിൽ ചെമ്മീൻ തല കഴിക്കില്ല അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് എനിക്ക് തോന്നിയത്. കുഞ്ഞച്ചൻ പറഞ്ഞിരുന്നു ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഇത് കാണിച്ചാൽ മതിയെന്ന്. ഞങ്ങൾക്കിത് ഇഷ്ടമായിട്ടാ. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് എരിവ് വേണം. എരിവ് കുറഞ്ഞു പോയാൽ മീനിൻ്റെ മുട്ടയല്ലേ ചേർക്കണത്, അപ്പോൾ അത് നമുക്ക് കഴിക്കാൻ പറ്റാണ്ട് വരും. പിന്നെ ഇതേ കുറേ പേര് ഏട്ടമുട്ട ഹാർഡാവൂലേ വേവിക്കുമ്പോൾ എന്നൊക്കെ ചോദിച്ചിരുന്നിട്ടാ. എനിക്കിത് അധികം ഹാർഡൊന്നും ആയില്ല. അതെ ഈ ഒരു പാകത്തിലാണ്. ഏട്ടയില്ലേ അതിൻ്റെ മുട്ട അതിൻ്റെ വായിൽ കൂടെയാണ് അത്ര ഇങ്ങനെ കക്കി അങ്ങോട്ട് ഇടുക. എന്നിട്ട് അത് പുഴയിൽ കിടന്നിട്ട് അല്ലെങ്കിൽ കടലിൽ കിടന്നിട്ട് പാകമാകുമ്പോൾ വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തേക്ക് മീൻ പിടിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇത് കിട്ടുണ്ട. അങ്ങനെയാണ് നമുക്ക് ഏട്ടമുട്ട കിട്ടുന്നത്. പിന്നെ നമുക്കിത് കിട്ടുമ്പോൾ ഇങ്ങനെ മണിമണി പോലെയല്ല, ഒരു സഞ്ചിയിലാണ് കിട്ടുന്നത്. ഇല്ലേ ഷോർട്സിൽ കണ്ടില്ലേ ഒരു സഞ്ചി പോലെ ഇങ്ങനെ ഇരിക്കണത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.